ഇത്തരമൊരു ഫോട്ടോഗ്രാഫി പ്രദർശനത്തിൽ വിളിച്ചതിനും അതിൻ്റെ പരിപാടികൾ അതിന് ഭാഗമായി ഒരു സിനിമ പാക്കേജ് പ്രദർശിപ്പിക്കാനുള്ള അവസരം വന്നതിനും വളരെ വളരെ നന്ദി. സുധീറിനും പ്രിയ സുഹൃത്ത് മുരളി ചീറോത്ത്, ജയരാജ് എന്നിവർക്ക് അതിനായി നന്ദി പറയുന്നു. എനിക്ക് തോന്നുന്നത് ദൃശ്യത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മളൊരു പക്ഷേ പ്രത്യേകിച്ചും നിശ്ചല ദൃശ്യങ്ങളുടെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മൾ ഈ എക്സിബിഷനിൽ കടന്നു പോകുമ്പോൾ അനുഭവിക്കുന്നതായിരിക്കും. പക്ഷേ കാലം കൊണ്ടും സ്ഥലം കൊണ്ടും സംസ്കാരം കൊണ്ടും ഇത്ര അകലെയായിരിക്കുന്ന, എന്നാൽ മറ്റു രീതിയിൽ നമ്മളോട് വളരെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവ അന്തരീക്ഷം കൂടി അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ സുധീർ പോയെന്നൊരു ഓവർകാസ്റ്റ് സ്കൈയും അവിടെ മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ചെയ്ത ഈ ചിത്രങ്ങൾ ഒരുപക്ഷെ പല രീതിയിൽ നമ്മളുടെ ഇന്നത്തെ ജീവിതത്തെയും രാഷ്ട്രീയ സാഹചര്യത്തെയും എല്ലാം എന്തോ രീതിയിൽ വളരെ ഓമിനസായ രീതിയിൽ റെസൊനേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ പറയാൻ ശ്രമിക്കുന്ന യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇത്തരമൊരു ഹിംസയെ, ഇത്തരമൊരു വംശഹത്യയെ ഓർക്കുക, അതിനെങ്ങനെയാണ് സ്മാരകങ്ങൾ പണിയുക, എങ്ങനെയാണ് ഒരു മനുഷ്യ സംസ്കാരം ഹ്യൂമൻ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് സിവിലൈസേഷണൽ മെമ്മറി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെ ഒരു സംസ്കാരം അല്ലെങ്കിൽ പ്രദേശം അല്ലെങ്കിൽ ദേശം ഓർക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുന്നവരും അല്ലെങ്കിൽ ഒരു വഴി തുറന്നിടുന്ന കാഴ്ചയിലേക്കും ഓർമ്മയിലേക്കും മെമ്മറി ആൻഡ് മെമ്മോറിയലൈസേഷൻ, മെമ്മറീസ് ആൻഡ് മെമ്മോറിയൽസ് എന്ന രീതിയിൽ സ്മൃതിയും സ്മാരകങ്ങളെയും കുറിച്ചുള്ള പലതരം ഓർമ്മകൾ ഉണർത്തുന്ന അല്ലെങ്കിൽ സാധ്യതകൾ തുറന്നിടുന്ന ഒരു എക്സിബിഷൻ കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഇതൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ പലപ്പോഴും കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ അംഗങ്ങളായാലും എൻ്റെ പല രീതിയിലുള്ള എൻ്റെ അന്തരീക്ഷങ്ങൾ, എൻ്റെ ക്യാൻറ്റീനായാലും എൻ്റെ വാഷ് ബേസിനായാലും എൻ്റെ ഓവനായാലും ഇതെല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ ഹോളിവുഡ് സിനിമകൾ കണ്ട് വളരെ പരിചിതമാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥലങ്ങൾ യഥാർത്ഥത്തിൽ. പക്ഷെ ഒരു രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നൈറ്റ് ആൻഡ് ഫോഗ് കണ്ടാലും ഇപ്പോൾ അല്ലെങ്കിൽ ഷോ ആവുള്ളൊരു സിനിമ കണ്ടാലും അതിൽ ആദ്യം ഈ ചരിത്രകാരൻ ഉന്നയിക്കുന്നൊരു പ്രശ്നം എങ്ങനെ ഇത്തരമൊരു 10-60 ലക്ഷം പേരെ കൊന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരമൊരു വംശഹത്യയെക്കുറിച്ച് എങ്ങനെ സംസാരിക്കും, എൻ്റെ വാക്ക്, എൻ്റെ ദൃശ്യം, എൻ്റെ ആശയം ഇതിന് പര്യാപ്തമാണോ എന്നൊരു ചോദ്യം നിരന്തരമുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളെക്കുറിച്ചുള്ള രണ്ടും നൈറ്റ് ആൻഡ് ഫോഗ് തുടങ്ങുമ്പോൾ ഷോ പോലുള്ള സിനിമ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്ഥലത്തിൻ്റെ ഒരു തരം വളരെ സെറീനായിട്ടുള്ള ഈ സ്ഥലം എങ്ങനെയാണ് ഇതിൽ സാക്ഷ്യം വഹിച്ചത്, ഒട്ടേറെ ഈ സ്ഥലം ഓർമ്മ, നടന്ന സംഭവങ്ങൾ, അത് കഴിഞ്ഞ സ്ഥലത്തിൽ നിന്ന് സംഭവിക്കുന്നത്, അതെന്താണ് അവശേഷിപ്പിക്കുന്നത്, ഈ വേദനയും ഈ ഇത്രയും വലിയൊരു വംശഹത്യ എന്താണ് അവസാനം അവശേഷിപ്പിക്കുന്നത്, വസ്തുക്കളായും ഓർമ്മകളായും അല്ലെങ്കിൽ പാഠങ്ങളായും ഒക്കെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ എന്താണ് വാട്ട് ഈസ് സേയബിൾ, വാട്ട് ഈസ് സ്പീക്കബിൾ, ആർ വി കൺഫ്രണ്ടിങ് സംതിങ് ദാറ്റ്സ് അൺസ്പീക്കബിൾ, അൺനെയിമബിൾ എന്നൊക്കെയുള്ളൊരു തരം വല്ലാത്തൊരു പറയാനാകാത്ത, റെപ്രസെൻ്റ് ചെയ്യാനാകാത്ത എന്തിനോടുമുള്ള മുഖാമുഖം കൂടിയാണ് ഈ ഓർഷിറ്റ്സ് അല്ലെങ്കിൽ ഇത്തരം സ്മാരകങ്ങളെല്ലാം തന്നെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനൊരു വിറ്റ്ഗൻസ്റ്റൈൻ പറയുന്നുണ്ട്, വെയർ ഓഫ് വൺ കനോട്ട് സ്പീക്ക് വൺ മസ്റ്റ് നോട്ട് സ്പീക്ക്, ദി അൺസ്പീക്കബിൾ ഡ്രോസ് ഇറ്റ്സ് ഫോഴ്സ് ആൻഡ് ഇറ്റ്സ് മിസ്റ്ററി ഫ്രം ഇറ്റ്സ് ഓൺ സൈലൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ പറയാനാകാത്തത്, ഉച്ചരിക്കാനാകാത്തത്, ഒരുപക്ഷെ അതിൻ്റെ നിശബ്ദതയിൽ നിന്നാണ് അതിൻ്റെ നിഗൂഢത അല്ലെങ്കിൽ അതിൻ്റെ ഒരു വല്ലാത്തൊരു ശക്തി അത് ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു ജൂയിഷ് ടീച്ചറുടെ ഒരു 19-ാം നൂറ്റാണ്ടിൽ ഒരാളുടെ ഒരു വാക്കുണ്ട്, വചനമുണ്ട്, ദ ക്രൈ അൺഅട്ടേർഡ് ഈസ് ദ ലൗഡസ്റ്റ് എന്നുള്ളത്. അത് ഓർത്തുകൊണ്ട് തുടങ്ങുന്നത്. അതിനാൽ ആദ്യം ഞാൻ യഥാർത്ഥ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് ഇത്തരം ഒരു അനുഭവത്തെ നിങ്ങൾ സംസാരിക്കും, ഇതിൻ്റെ
ഇതിനെക്കുറിച്ച് പറയാനുള്ള ആധികാരികത ആർക്കാണുള്ളത് എന്നുള്ള ചോദ്യം നിരന്തരം ചോദിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ അല്ലെങ്കിൽ ക്യാമ്പുകളിൽ റിലേറ്റ് ചെയ്യപ്പെടുന്നു. 50s തൊട്ട് തന്നെ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചുള്ള ധാരാളം സിനിമകളായാലും ആത്മകഥകളായാലും അനുസ്മരണങ്ങളായാലും ചിത്രങ്ങളായാലും ഒട്ടേറെ എന്താ പറയുക ഇതിനെക്കുറിച്ചുള്ള പലതരം രചനകൾ ഉണ്ടായി വന്നിട്ടുള്ളതാണ്. ഉദാഹരണം അഡോണോ പോലുള്ള ആൾക്കാർ ചോദിക്കുന്ന ഓഷിറ്റ്സിന് ശേഷം കവിതയോ ഒരു ചോദ്യം ഇതിനുശേഷം ഇനി എന്ത് കവിത, ഇനി കവിത സാധ്യമല്ല എന്ന് പറയുന്നത്. പക്ഷേ മറ്റു പലരും പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ എങ്ങനെ ഓഷിറ്റ്സിനെ കുറിച്ച് സംസാരിച്ചാലും അല്ലെങ്കിൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നടന്ന ഈ വംശഹത്യയെ നിങ്ങളുടെ ഭാവനയ്ക്ക് അപ്പുറമുള്ളൊരു വംശഹത്യയെക്കുറിച്ച് സംസാരിക്കാൻ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു അടര് കൊണ്ടും സാധ്യമല്ല, വാക്കുകൾ കൊണ്ട് സാധ്യമല്ല, ദൃശ്യങ്ങൾ കൊണ്ട് സാധ്യമല്ല, കോൺക്രീറ്റായിട്ട് എന്താ പറയുക മൂർത്തമായ ഒന്നുകൊണ്ടും അത് സാധ്യമല്ല. മൂർത്തമായ ഒന്നുകൊണ്ട് അതിനെ പ്രതിനിധാനം ചെയ്യാൻ കഴിയില്ല. മറിച്ച് ഒരുപക്ഷെ അതിനെ എന്തെങ്കിലും രീതിയിൽ ആ അനുഭവത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭീകരതയെ ആവാഹിക്കാൻ കഴിയുക ഫിക്ഷനാണെന്നാണ് പലരും പറയുന്നത്. ഫിക്ഷനാണ്. ഫിക്ഷണൽ ട്രൂത്ത് ഈസ് മച്ച് മോർ ക്ലോസർ ടു വാട്ട് ഹാപ്പൻ ബിക്കോസ് ഇറ്റ് വാസ് ബിയോണ്ട് ദ സ്പീക്കബിൾ. ബിക്കോസ് ബിയോണ്ട് നിങ്ങൾ ഒരു മനുഷ്യവംശം ഒരിക്കലും ചിന്തിക്കുന്നതിനപ്പുറം ഉള്ള ഒരു തരം വയലൻസാണ് അവിടെ അരങ്ങേറി. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഒരു തരം പ്രതിനിധാന സങ്കേതങ്ങൾ കൊണ്ടും വാക്കുകളോ ദൃശ്യങ്ങളോ ശബ്ദം ഒന്നുകൊണ്ടും അത് പിടിച്ചെടുക്കാനാവില്ല. മറിച്ച് അതിനപ്പുറം ഉള്ള ഒരു അനുഭവ തലമാണ് അതിനുള്ളത്. അതിൻ്റെ ഒരു രൂക്ഷത, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് അൺഇമാജിനബിളാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഇറ്റ് ഈസ് ബെറ്റർ ക്യാപ്ചർഡ് ബൈ ഫിക്ഷൻ റാദർ ദാൻ റിയാലിറ്റി അല്ലെങ്കിൽ ടൂൾസ് ഓഫ് റിയാലിറ്റി. എങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രതിനിധാന സങ്കേതങ്ങളെക്കാൾ അധികം ഒരു പക്ഷേ ഫിക്ഷനായിരിക്കും സാധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എലി വീസൽ പറയുന്നൊരു കാര്യമുണ്ട്. അവരൊരു കൊട്ടേഷനാണ് ഞാൻ പറഞ്ഞത്. അവർ ഈ ആർട്ട് ആൻഡ് ദ ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന അവരുടെ പ്രശസ്തമായ ട്രിവിയലൈസിങ് മെമ്മറി എന്ന് പറയുന്ന ഇതിൽ നിന്നാണ് അവർ പറയുന്നതാണ്. ഞാൻ അവരെ ഉദ്ധരിക്കുന്നതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഓഷ്വിറ്റ്സ് മറ്റെന്തോ ആണ്. ഇറ്റ് ഈസ് സംതിങ് എൽസ്. എപ്പോഴും മറ്റെന്തോ ആണ്. അത് ഈ പ്രപഞ്ചത്തിനപ്പുറമുള്ള മറ്റൊരു പ്രപഞ്ചമാണ്. സൃഷ്ടിക്ക് സമാന്തരമായി നിലനിൽക്കുന്ന മറ്റൊരു സൃഷ്ടി, എ ക്രിയേഷൻ ബിയോണ്ട് ക്രിയേഷൻ. ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ മറുവശത്താണ് ഓഷ്വിറ്റ്സ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ മനുഷ്യർ വ്യത്യസ്തമായ രീതിയിലാണ് ജീവിക്കുന്നത്, വ്യത്യസ്തമായ രീതിയിലാണ് നടക്കുന്നത്, വ്യത്യസ്തമായ രീതിയിലാണ് സ്വപ്നം കാണുന്നത്. ഓഷ്വിറ്റ്സ് പ്രതിനിധാനം ചെയ്യുന്നത് മനുഷ്യ പുരോഗതിയുടെ നിരാസത്തെയും പരാജയത്തെയുമാണ്. മനുഷ്യ രൂപകൽപ്പനയെ തന്നെ അത് നിഷേധിക്കുന്നു. ആക്ച്വലി റിജക്ട്സ് ഹ്യൂമൻ ഡിസൈൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ സാധുതയെ തന്നെ അത് സംശയാസ്പദമാക്കുന്നു. പിന്നെ അത് സംസ്കാരത്തെ പരാജയപ്പെടുത്തി, പിന്നീട് കലയെ പരാജയപ്പെടുത്തി. എന്തെന്നാൽ ഓഷ്വിറ്റ്സിന് ശേഷം അതിന് ആർക്കും ഭാവന ചെയ്യാനാവാത്ത വണ്ണം ഓഷ്വിറ്റ്സിന് ശേഷം അതിനെക്കുറിച്ച് വീണ്ടും പറയാനുമാവില്ല. ഓഷ്വിറ്റ്സിന് ശേഷം മറ്റൊരു ഓഷ്വിറ്റ്സിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്ന വണ്ണം തന്നെ ഓഷ്വിറ്റ്സിന് ശേഷം ഓഷ്വിറ്റ്സിനെ കുറിച്ച് പറയാനും സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഹോളോകോസ്റ്റ് മറ്റു വിഷയങ്ങളെ പോലെയുള്ള ഒന്നല്ല ഹോളോകോസ്റ്റ്. അത് ചില പരിമിതികൾ അടിച്ചേൽപ്പിക്കുന്നു. ഉപയോഗിക്കാനാവാത്ത ചില സങ്കേതങ്ങളുണ്ട്. അവർ തന്നെ പറയുന്നതാണ്. മരണപ്പെട്ടവരെ വഞ്ചിക്കാതിരിക്കാൻ, ജീവിച്ചിരിക്കുന്നവരെ അപമാനിക്കാതിരിക്കാൻ ഈ പ്രത്യേക വിഷയം സവിശേഷമായ ഒരു ഭാവുകത്വം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. വ്യത്യസ്തമായൊരു സമീപനം, ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും ഉറപ്പുള്ള അച്ചടക്കം, എല്ലാറ്റിനും മീതെ ഓർമ്മയോടുള്ള വിശ്വസ്തത, ഫിഡലിറ്റി ടു മെമ്മറി. അതിനെ അതിജീവിച്ചവരുടെ മുറിവേറ്റ ഭാവുകത്വത്തോടുള്ള ആദരവ്. നിങ്ങൾക്ക് ചെയ്യാവുന്നത് അവരുടെ മുറിപ്പാടുകളുള്ള ഓർമ്മകളോട് സ്വയം തുറക്കുക എന്നാണ്. ടു ബി ഓപ്പൺ ടു ദെയർ സ്കാർഡ് മെമ്മറീസ്. അവരുടെ കണ്ണീരിൽ നിങ്ങളുടെ കണ്ണീർ ലയിപ്പിക്കുക എന്നതാണ്. മിക്സ് യുവർ ടീയേഴ്സ് വിത്ത് ദെയർ ടീയേഴ്സ്. ഒരുപാട് സുധീഷിൻ്റെ ഈ യുവേഴ്സ് ഈസ് നോട്ട് ടു റീസൺ എന്നുള്ള ഈ എക്സിബിഷൻ പല രീതിയിലും കാലികവും അകാലികവുമാണ്. അകാലികം എന്ന് പറഞ്ഞത് വസ്തുതയിൽ ചരിത്രത്തിൽ ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് കരുതിയ പലതും സംഭവിക്കുകയും തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അകാലികമാണ് അറിഞ്ഞത്, കാലികവുമാണ് അകാലികവുമാണ്. അതാണ് വിശ്വമാനവികത, മനുഷ്യ സംസ്കാരം, ജനാധിപത്യം, സ്വാതന്ത്ര്യം തുടങ്ങി മനുഷ്യർ ഭാവന ചെയ്ത പല ആശയങ്ങളും ഇന്ന് സംശയാസ്പദമോ അസംബന്ധമായി മാറിയിരിക്കുന്നു. പോസ്റ്റ് വേൾഡ് വാർ ചിന്തയിലുണ്ടായിരുന്ന പോലെ
അത്തരമൊരു സാഹചര്യത്തിൽ ചരിത്രം, ഓർമ്മ തുടങ്ങിയ കാലസങ്കല്പങ്ങൾക്കാണ് ഏറ്റവും അധികം ഇടിവും മൂല്യശോഷണവും സംഭവിക്കുന്നത്. ഭൂതകാലത്തെക്കുറിച്ചുള്ള യുക്തിയുക്തമായ അന്വേഷണങ്ങളോ ഭാവിയെക്കുറിച്ചുള്ള ദീപ്തമായ ഭാവനകളോ ഇല്ലാതെ ഒരു ശുദ്ധ വർത്തമാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭൂതകാലത്തെ കെട്ടുകഥകളും നുണകളുമാ തിരഞ്ഞെടുത്ത വസ്തുതകളോ നുണകളോ കൊണ്ട് വർത്തമാനകാലത്തിൻ്റെ അധികാര ആവശ്യങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അത് ഭൂതകാലത്തെ ചികിത്സയുടെ ഉദ്ദേശവും യുക്തിയും അപരസ്പർദ്ധ ആവുകയും അത്തരം കാഴ്ചപ്പാടിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഓർമ്മകളും വസ്തുതകളും സംഭവങ്ങളും അനുഭവ സാക്ഷ്യങ്ങളും കൊണ്ട് കോർത്തെടുക്കുന്ന കാലക്രമവും ഒരു പ്രത്യേക ഒരു കാലക്രമം സൃഷ്ടിച്ചെടുക്കുകയാണ്. അത്തരം ചരിത്ര സാക്ഷ്യങ്ങളുടെ വർത്തമാനകാല ഉപയോഗങ്ങളുടെയും ആസുരഫലങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ബാബറി മസ്ജിദായാലും ശരി, ശബരിമലയായാലും ശരി, നിങ്ങൾക്ക് ചരിത്രം തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന തെളിയിച്ചൊരു സംഭവം ശബരിമല എന്നൊക്കെ. അപ്പോൾ മലബാർ കലാപമായാലും അടുത്ത കാലത്തുണ്ടായ മലബാർ കലാപത്തെക്കുറിച്ചുള്ള ചർച്ചയായാലും ശരി, ഈ ചർച്ചകളിലെല്ലാം നമ്മൾ കണ്ടത് ചില വർത്തമാനകാല താല്പര്യങ്ങൾക്കായി ഭൂതകാലത്തെ പരുവപ്പെടുത്തി എടുക്കുന്ന രീതിയാണ്. അത്തരം കണ്ടെത്തലുകളും അവകാശവാദങ്ങളും ഇന്ന് പാഠ്യപദ്ധതിയിലും പാഠപുസ്തകങ്ങളിലേക്കും കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു 5-8 വർഷമായിട്ട് യഥാർത്ഥത്തിൽ ഇത് മുഴുവൻ തന്നെ ഒരു എന്താ പറയുക പാഠ്യപദ്ധതിയുടെ ഭാഗമായി മാറി. ഇവിടെയുള്ള ഒരു പക്ഷേ ഇത്തരം ജോർജ് ഓർവെലിൻ്റെ 1984 എന്ന പ്രശസ്തമായ നോവലിലെ വാചകങ്ങൾക്ക് ഭീകരമായ ഒരു മുഴക്കം ലഭിക്കുന്നത്. അത് വളരെ പ്രശസ്തമായ ആരാണ് വർത്തമാനകാലത്തെ നിയന്ത്രിക്കുന്നത്, അവർ ഭൂതകാലത്തെ നിയന്ത്രിക്കും, അവർ തന്നെ ഭാവിയെ നിയന്ത്രിക്കും എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഓർവെലിൻ്റെ വചനങ്ങൾ ഒരു പക്ഷേ ഇന്ന് വളരെ വളരെ എന്താ പറയുക ഒരു ഡയബോളിക്കായിട്ടുള്ളൊരു റെസണൻസ് ഉള്ള സമയത്താണ് ചെയ്യുന്നത്. വർത്തമാനകാലത്തെയും വർത്തമാനകാലത്തിൽ ഭരിക്കാനും ഭാവിയെ കീഴടക്കാനുമായി ഭൂതകാലത്തെ പരിവപ്പെടുത്തുന്ന ഓർമ്മയെയും മറവിയെയും നിയന്ത്രിക്കുന്ന യുക്തികൾ അനുദിനം ശക്തി പ്രാപിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദർശനം ഇന്ന് സംഘടിപ്പിക്കപ്പെടുന്നു എന്നത് അങ്ങേയറ്റം പ്രസക്തമാണ്, ഒരു ശക്തീകരി വരുന്നത്. എവിടെയോ നടന്ന ഒരു ഹിംസയുടെ വംശഹത്യയുടെ രേഖ മാത്രമല്ല ഈ ചിത്രങ്ങൾ, അത് ഓർമ്മപ്പെടുത്തലും ഒരു അപായ സൂചനയും കൂടിയാണ്. ഈ ചിത്രങ്ങളുടെ ചിത്രങ്ങളാണ് യഥാർത്ഥം. പലപ്പോഴും ഒരു വംശഹത്യ നടന്ന സ്ഥലങ്ങളുടെയും അവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട മ്യൂസിയം ഒബ്ജക്ട്സിൻ്റെയും അതിൽ പ്രദർശന വസ്തുക്കളുടെയും മറ്റും ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചിത്രങ്ങളുടെ ചിത്രവും പ്രദർശനത്തിൻ്റെ പ്രദർശനവും ഓൾറെഡി എക്സിബിറ്റിംഗ് പിക്ചറിങ് ദ പിക്ചറൈസ്, ഓൾറെഡി പിക്ചേഴ്സിനെ പിക്ചറൈസ് ചെയ്യുന്നത്. അതാണ് ഈ ചിത്രസഞ്ചയത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഒരു സഞ്ചാരിയുടെ കുറിപ്പുകൾ പോലെയും നമുക്ക് ഇവയെ കാണാം. തൻ്റെ സഞ്ചാര ദൃശ്യങ്ങളുടെ പങ്കുവയ്പ്പും ഒരു സഞ്ചാരികളുടെ അയാളുടെ സഞ്ചാരത്തിനിടയിലുള്ള ചില ദൃശ്യങ്ങൾ നമ്മളായിട്ട് പങ്കുവയ്ക്കുന്നതായിട്ട് ഇതിൽ കാണാം. ചിത്രങ്ങളുടെ ചിത്രമായിരിക്കുകയും അത് മറ്റൊരു രീതിയിൽ ഒരു മ്യൂസിയം എക്സ്പീരിയൻസിനെ റീക്രിയേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു എക്സിബിഷൻ്റെ ഒരു ഘടനയിൽ തന്നെ വളരെ എനിക്ക് തോന്നുന്നു വളരെ ഇവോക്കേറ്റീവായിരുന്നു. അതിന് മുരളിയും ജയരാജും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പേഴ്സ് കൊടുക്കുക, അതിന് ഇത്രയും ഫോട്ടോസിനിടയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഫോട്ടോസുള്ളത്. അപ്പോൾ അതിന് ഈ സ്ഥലങ്ങളുടെ ഒരുതരം സ്ഥലങ്ങളിലേക്കുള്ള നമ്മളുടെ നമ്മൾ അതുമായിട്ടുള്ളൊരു നമ്മുടെ മുഖാമുഖം എന്ന് പറയുന്നത് വളരെ ഒരു ചില്ലിങ് എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. അപ്പോൾ അതായത് കാലം, സംസ്കാരം, സ്ഥലം തുടങ്ങിയ അകലങ്ങൾ, കാലപരമായിട്ടുള്ള അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ഈ അകലങ്ങൾ ഇവിടെ പലപ്പോഴും അപ്രസക്തമാവുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ, മാനവികത, ചരിത്രം തുടങ്ങിയ വളരെ ജൈവികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ തുടർച്ചകൾ ഇത് സൃഷ്ടിച്ചെടുക്കുകയാണ്. ഈ അകലങ്ങൾക്കപ്പുറം യഥാർത്ഥത്തിൽ മറ്റു രീതിയിലുള്ള തുടർച്ചകൾ ഈ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഒരു സാന്ദർഭികമായ സമാനതകളും അടുപ്പങ്ങളും നമുക്ക് അനുഭവിക്കാൻ കഴിയുക, പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം. ഇപ്പോൾ 2ാം ലോകമഹായുദ്ധം, അതിൻ്റെ ചരിത്ര രചനാ രീതികൾ, ചരിത്രരചനാ സംസ്കാരം, സമൂഹങ്ങളിൽ സംസ്കാരങ്ങളിൽ എങ്ങനെ സ്മരണകൾ നിലനിൽക്കുകയും നിലനിർത്തപ്പെടുകയും ചെയ്യുന്നു എന്ന രീതി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മ്യൂസിയത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ സ്മാരകങ്ങളെക്കുറിച്ചുള്ള ഒട്ടേറെ ചർച്ചകൾ നടന്നു. ഞാനത് യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ഇത്തരം ഒരു എക്സിബിഷൻ്റെ കോൺടെക്സ്റ്റിൽ ധാരാളം ആലോചിക്കാവുന്ന ഒരു കാര്യം. എന്തൊക്കെയാണ് ഓർക്കപ്പെടുന്നത്, എന്തൊക്കെയാണ് മറക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ
പരീക്ഷ എന്ത് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അതിപ്പോൾ പാർട്ടീഷൻ പോലുള്ള ഇപ്പോൾ വിഭജനം, ഇന്ത്യ വിഭജനം, ഇത്ര ലക്ഷം ആൾക്കാർ മരിച്ച, കൊല്ലപ്പെട്ട, പല രീതിയിലും ഡിസ്പ്ലേസ് ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തത് വലിയ ഹ്യൂമൻ ട്രാജഡിയാണ്. ലോകങ്ങളിലെ ഏറ്റവും വലിയ ഹ്യൂമൻ ട്രാജഡികളൊന്നാണ് ഈ പാർട്ടീഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇന്ത്യ വിഭജനത്തിൻ്റെ അതിനെന്തൊക്കെ സംഭവിച്ച ദാരുണമായിട്ടുള്ള ഒരു മനുഷ്യവംശം, ഒരു മനുഷ്യ ദുരന്തം തീരെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുകയോ ആവിഷ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. വളരെ ലീക്കായിട്ട് വളരെ അപൂർവം ചില നോവലുകളിലും എഴുത്തുകളിലും ഒരു ഇന്ത്യയുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഒരു 20 വർഷമെങ്കിലും ഒരു വലിയ മറവിയിൽ ഒരു മൊത്തം സിവിലൈസേഷൻ ആ സംഭവത്തെ മറക്കാൻ ശ്രമിച്ചതുപോലെയാണ് തോന്നുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സഹോദരനെ പോലെ കഴിഞ്ഞിട്ട് ഒരൊറ്റ നാട് 2 3 വിഭജിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ വയലൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ആ ഒരു സിവിലൈസേഷൻ മറക്കാൻ ശ്രമിച്ചതാണ്. പിന്നെ ഒരുപക്ഷെ 60s ശേഷം പിന്നെ ക്രമേണ അത് വലിയ രീതിയിൽ ആർക്കൈവ് ചെയ്യപ്പെടുകയും ഒട്ടേറെ സിനിമകൾക്ക് വളരെ പ്രധാനപ്പെട്ട സിനിമകൾ പാർട്ടീഷനെ കുറിച്ച് ഉണ്ടാകുന്നത് 90s 80s ഒരുപാട് ഡോക്യുമെൻ്ററികൾ, വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്ററികൾ ഉണ്ടാകും. അതിനു മുമ്പ് ശരിക്കും അതൊരു വലിയ ഒരു നിശബ്ദതയിൽ, ഒരു അദൃശ്യതയിൽ, ഒരു മറവിയിൽ മറയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, അത് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് ഏതൊരു സിവിലൈസേഷൻ സർവൈവൽ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് റിമെമ്പറിങ്, ബിക്കോസ് ഹിസ്റ്ററി ഓൾവേസ് ആസ്ക്സ് യു ടു റിമെമ്പർ, ഡോണ്ട് ഫൊർഗെറ്റ്, റിമെമ്പർ, ഫൊർഗെറ്റ്, ഫോർഗീവ് ബട്ട് ഡോണ്ട് ഫൊർഗെറ്റ് എന്ന് പറയുന്ന വളരെ ഓർമ്മയുടെ ഒരു വലിയ ഊന്നൽ നൽകുന്ന ഒരു ആധുനികതയുടെ ഒരു സംസ്കാരത്തിന് വിരുദ്ധമായി ചില സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ചില സിവിലൈസേഷൻ സർവൈവൽ എന്ന് പറയുന്ന ഒരുപക്ഷെ പല സ്ഥലത്തും പല സന്ദർഭങ്ങളിലും മറവിക്കും പ്രാധാന്യമുണ്ട് വരുന്നു. ഫൊർഗെറ്റിംഗ് ഈസ് ഓൾസോ ആസ് ഇമ്പോർട്ടൻ്റ് ആസ് റിമെമ്പറിങ് ആണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ അത് ആലോചിക്കുന്നത് ഒരുപാട് വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. മറക്കുക എന്നത് പ്രധാനമാണ് സിവിലൈസേഷൻ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ഈ മുറിപ്പാടുകൾ, നിങ്ങളുടെ ഈ ശത്രുത, നിങ്ങളുടെ ഈ 2 സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ എന്ന് പറയുന്നത് ഓർത്തുകൊണ്ടേ ഇരുന്നാൽ ഒരുപക്ഷെ അത് വലിയ രീതിയിലൊരു വയലൻസിലേക്ക് നയിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഒരു സിവിലൈസേഷൻ മറക്കേണ്ടതും കൂടി ആവശ്യമാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ലുക്ക് അറ്റ് ദ ഹോൾ, ഇപ്പോൾ ഒരു പോസ്റ്റ് വാർ യൂറോപ്പ് അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ യൂറോപ്പ് കൂടെയാണ്, പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ യൂറോപ്പ് ലോകം എന്ന് പറയുന്നത് പോസ്റ്റ് കൊളോണിയൽ വേൾഡ് കൂടെയാണ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ അവരുടെ കീഴിലുള്ള കോളനികൾ സ്വതന്ത്രമാകുന്നു. അതിനുശേഷമുള്ള കാലത്ത് വലിയ രീതിയിൽ മ്യൂസിയമൈസേഷൻ സംഭവിക്കുന്നു, വലിയ രീതിയിൽ ആർക്കൈവിംഗ്, ഡോക്യുമെൻറ്റേഷൻ പഠനവും നടക്കുന്നു. ഒട്ടേറെ ലുക്ക് അറ്റ് ദ ഹോൾ ഹിസ്റ്ററി ഓഫ് കോ പ്രൊഡക്ഷൻസ് ഇൻ വേൾഡ് സിനിമ, കോ പ്രൊഡക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഓൾവേസ് ബീൻ ബിറ്റ്വീൻ ദ കോളനൈസർ ആൻഡ് ദ കോളനി. ഈ കോ പ്രൊഡക്ഷൻസ് കൂടെ നടക്കുന്നത് കോളനൈസർ കോളനി നമ്മൾ കോ പ്രൊഡക്ഷൻസ്, അതിന് മുഴുവൻ തന്നെ റിയലൈസ് ചെയ്യപ്പെടുന്ന പ്രോജക്ട്സ്, നിർമ്മിക്കപ്പെടുന്ന സിനിമകളെല്ലാം തന്നെ ഈ കൊളോണിയൽ ഗിൽറ്റ്, കൊളോണിയൽ ഒരുതരം nostalgia, looking back and trying to actually redeem themselves from the huge kind of violence they did to humanity. അപ്പോൾ ഈ മ്യൂസിയമൈസേഷൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹോളോകോസ്റ്റിനെ പോലെ ഓർമ്മിക്കപ്പെട്ടിട്ടുള്ള, ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള, നിരന്തരം ഈ പലതരം നെഗറ്റീവ്സിലേക്ക് തിരിച്ചു വരുന്ന ഒരു നെഗറ്റീവിനെ സജീവമായി നിലനിർത്തിയ ഒപ്പം തന്നെ അതോടൊപ്പം നടന്ന അതിനേക്കാളും ഹിസ്റ്ററിയിൽ അതിനേക്കാളും മനുഷ്യരെ കൊന്ന ലോകമെമ്പാടും വംശഹത്യകൾ നടത്തിയ കോളനൈസേഷനെ പറ്റി ഒരക്ഷരം ഉണ്ടായിരിക്കുകയും ചെയ്യും. വലിയ നിശബ്ദതാവാദത്തിൻ്റെ കാരണം അല്ലെങ്കിൽ സെൽഡം റിമെമ്പർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ജോർജ് ഫ്ലോയിഡിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ലോട്ട് ഓഫ് മെമ്മോറിയൽസ് ഓഫ് വൈറ്റ്സ് വർ ഡിസ്ട്രോയ്ഡ്. അവർ മുഴുവൻ അടിമ കച്ചവടക്കാരായിരുന്നു എന്ന് തിരിച്ചറിയപ്പെടുകയും അത് നശിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ ഒരു വലിയ ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്ന അപ്പോഴാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എവിടെ നോക്കിയാലും യഥാർത്ഥത്തിൽ ഈ ചരിത്രം ഓർമ്മകളെയും ചിലത് മറക്കുകയും ചെയ്യുന്നൊരു ചരിത്രം കൂടിയാണ്. അപ്പോൾ അതൊരു ഹോളോകോസ്റ്റ് മെമ്മറീസ് വലിയ രീതിയിൽ നിരന്തരം ആവർത്തിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുമ്പോഴും മറ്റു തരം ഈ കോളനികളോട് ചെയ്തിട്ടുള്ള വയലൻസിനെ യൂറോപ്പ് മറച്ചു പിടിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്മൃതിയുടെയും വിസ്മൃതിയുടെയും ചരിത്രങ്ങൾ ഓരോ സംസ്കാരവും എങ്ങനെ ആവിഷ്കരിക്കുന്നു എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരമൊരു എക്സിബിഷൻ നൽകുന്നൊരു കോണ്ടെക്സ്റ്റ് അത്തരം കാര്യങ്ങളോട് ചിന്തിക്കാൻ കൂടി പ്രേരണ നൽകുന്ന ഒന്നാണ്. സ്മാരകങ്ങൾ സങ്കല്പിക്കുകയും ആവിഷ്കരിക്കുകയും രൂപകൽപ്പന ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യുന്ന രീതി ഇവയെല്ലാം ഇവിടെ പ്രസക്തമാകില്ല. അതിൽ ഇത്തരം ഒരു മ്യൂസിയംസിൻ്റെയും മറ്റും ആർക്കൈവിങ്ങിനെ കുറിച്ചുള്ള ധാരാളം പഠനങ്ങളിൽ
ഈ എങ്ങനെയാണ് ഓരോ സംഭവങ്ങൾ ഓർക്കുന്നത്, വാട്ട് ഈസ് എ മെമ്മോറിയൽ, ഹൗ ഡു യു മെമ്മോറിയലൈസ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ ഇതിൽ ഈ പ്രോസസ്സിൽ യഥാർത്ഥത്തിൽ പല രീതിയിലുള്ള സാംസ്കാരിക സവിശേഷതകളുണ്ടോ. ഇപ്പോൾ ഓറിയൻ്റൽ ട്രഡീഷൻസ് ഓർക്കുന്ന രീതി, അല്ലെങ്കിൽ ഹൗ ഡു യു ആക്ച്വലി ഡീൽ വിത്ത് ദ ഡെഡ്, മരിച്ച അല്ലെങ്കിൽ പൂർവികരമായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള പ്രേതങ്ങളുമായുമുള്ള നിങ്ങളുടെ സമ്പർക്കം എങ്ങനെയുള്ളതാണ് എന്നുള്ളതൊക്കെ ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഓർമ്മയുടെയും സ്മാരകങ്ങളുടെയും സ്മൃതിയുടെയും ഒരു രൂപകൽപ്പനയും അതിൻ്റെ മെറ്റീരിയലായിട്ടുള്ള മെമ്മോറിയൽസ് ഉണ്ടായി വരുന്നു. അപ്പോൾ വലിയ രീതിയിൽ ഒരു എന്താ പറയുക ഒരു നമ്മുടെ ഓർമ്മയിലേക്കും ഇത്തരം വംശഹത്യകളെ എങ്ങനെ ഓർക്കണം, ഒരു ഹിംസയുടെ സന്ദർഭത്തെ, ഒരു ബാബറി മസ്ജിദിനെ അല്ലെങ്കിൽ ഗുജറാത്ത് ഇതിനെ വംശഹത്യ എങ്ങനെയാണ് ഓർക്കുക, എങ്ങനെ മെമ്മോറിയലൈസ് ചെയ്യുക. Is it through absence? Is it through objects? Is it through spaces? Is it through political discourses? Is it through artworks? അത് വലിയൊരു ചോദ്യമാണ്. അപ്പം അത്തരം ഒരുപാട് ഈ സ്മൃതിയെയും സ്മാരകങ്ങളെ കുറിച്ചുള്ള ഒട്ടേറെ ചോദ്യങ്ങളിലേക്ക് അത്തരം നമ്മളോട് തന്നെ സ്വയം ചോദിക്കേണ്ട ഒട്ടേറെ ചോദ്യങ്ങൾ. ഉദാഹരണം ഇപ്പോൾ മലബാർ കലാപം, വാഗൺ ട്രാജഡി, അത് വലിയ രീതിയിൽ കേരളത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ രീതിയിലല്ല വേണ്ടത്, എടുത്തു കളയുന്നു. അപ്പോൾ ചില ഓർമ്മകളെ ഇല്ലാതാക്കി ചില ഉള്ള സ്മാരകങ്ങളെ പോലും തുടച്ചു കളയും ചെയ്ത സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയോ പണ്ട് നടന്ന ഒരു അതിക്രമത്തെക്കുറിച്ചുള്ള രേഖപ്പെടുത്തൽ മാത്രമല്ല ഈ ചിത്രങ്ങൾ, ഇന്നിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ കൂടിയാണവ. നാസികൾ ജൂതന്മാരോട് ചെയ്ത ക്രൂരതകളുടെ രേഖകൾ മാത്രമല്ല, വംശീയവും ജാതീയവും മതപരവുമായ സ്പർദ്ധകളുള്ള എവിടെയും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന രാഷ്ട്രീയ സാധ്യത കൂടിയാണ് ഹോളോകോസ്റ്റ്. ഭൗതികമായും ശാരീരികമായും സംഭവിക്കുന്നില്ലെങ്കിലും മാനസികമായും സാംസ്കാരികമായും മറ്റും വംശഹത്യാ സ്വപ്നങ്ങൾ, വംശഹത്യാ മോഹങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് അതിനെക്കുറിച്ചുള്ള ഭീതിയും നിരന്തരം എനാക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഉദാഹരണം ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ നമ്മളുടെ ഈ ഫിലിം പാക്കേജിൽ നേരത്തെ പറഞ്ഞൊരു 8 പടങ്ങളുടെ ഫിലിം പാക്കേജിൻ്റെ ഒരു പേര് തന്നെ ആകാവുന്നത് ഈ ബനാലിറ്റി ഓഫ് ഈവിൾ എന്ന് പറയുന്ന ഹന്നാ അരൻ്റിൻ്റെ സങ്കല്പമായി. ഈ ബനാലിറ്റി ഓഫ് ഈവിൾ എന്ന് പറഞ്ഞൊരു ഹന്നാ അരൻ്റിനെ കുറിച്ചൊരു സിനിമ ഉണ്ട്, വാൻ ട്രോട്ടയുടെ. അതിലൊരു സന്ദർഭം തന്നെ ഈ എക്മാൻ്റെ വിചാരണയ്ക്ക് അവർ ചെല്ലുന്നതും അതിലൂടെ അവർ എക്മാൻ ഇൻ ജെറുസലേം എന്ന് പറയുന്ന പുസ്തകം ആ റിപ്പോർട്ട് ന്യൂയോർക്കറിന് വേണ്ടിയിട്ടുള്ള ലേഖന പരമ്പര എഴുതുന്നത്. അതുണ്ടാക്കുന്ന വിവാദങ്ങളുമാണ് യഥാർത്ഥത്തിൽ ആ സിനിമയുടെ ഉള്ളടക്കം തന്നെ. അത് അവരുടെ വ്യക്തി ജീവിതത്തിലും അവരുടെ അക്കാദമിക ജീവിതത്തിലും ഉണ്ടാക്കുന്ന ആഘാതങ്ങളെ കുറിച്ചാണ് ആ ചിത്രം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആശയം, ഈ ബനാലിറ്റി ഓഫ് ഈവിൾ, ബനാലിറ്റി എങ്ങനെ മലയാളത്തിൽ പറയാൻ എനിക്കറിയില്ല, ഒരു പക്ഷേ നിത്യവിരസത എന്നോ അല്ലെങ്കിൽ അതിസാധാരണമെന്നോ, ഈ തിന്മയുടെ അതിസാധാരണത്വം, അത് യഥാർത്ഥത്തിൽ ഈ വംശഹത്യ ഇത്തരമൊരു വയലൻസിനെ കുറിച്ചുള്ള ഒരു മറ്റു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. എന്നുവെച്ചാൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു ഹിറ്റ്ലർ അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെ ഹിംലർ അല്ലെങ്കിൽ ഗീബൽസ് ഒരു കൂട്ടം ആൾക്കാർ ഒരു പദ്ധതി ഉണ്ടായി നടപ്പിലാക്കുന്നു. അത് വളരെ എന്താ പറയുക ഒരു വലിയ ഭരണ സംവിധാനത്തിലൂടെ നടപ്പിലാക്കുന്നു. ഒരു കൂട്ടം വില്ലന്മാരുണ്ട്, ഒരു കൂട്ടം ഇരകളുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഐക്മാൻ്റെ ട്രയൽ അല്ലെങ്കിൽ വിചാരണയിൽ ഇവർ കാണുന്നത് ഐക്മാൻ വളരെ സാധാരണപ്പെട്ട മനുഷ്യൻ. നേരെ സുധീഷ് പറഞ്ഞവർ ഔട്ട്ഫിറ്റ്സിലേക്ക് ആൾക്കാർ സാധാരണ ആൾക്കാരാണ്. അവർ സാധാരണ പാട്ട് കേൾക്കുന്നു, കുട്ടികൾ നല്ല ഗൃഹനാഥന്മാരാണ്, നല്ല കലാ ആസ്വാദകരാണ്, രാവിലെ ഔട്ട്ഫിറ്റ്സ് പണിയെടുക്കുന്നു, വൈകുന്നേരം പോകുന്നു. അത്രയും സാധാരണമാണത് അവർ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഐക്മാൻ്റെ വിചാരണയിൽ നിരന്തരം കടന്നു വരുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നോട് പറഞ്ഞാൽ ചെയ്തു, ഞാൻ ഉദ്യോഗസ്ഥനാണ്, ഞാൻ എല്ലാവരും പറയുന്നതാണ്, ഞാനൊന്നും യഥാർത്ഥത്തിൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ല, ഞാനൊരു ചട്ടപ്പടി കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ പറയുക, അനാരൻ ചോദിക്കുന്ന ചോദ്യം യഥാർത്ഥത്തിൽ ഇത്തരം വ്യക്തി എന്ന് പറയുന്നത് വ്യക്തിയുടെ ചിന്ത അല്ലെങ്കിൽ അനുഭവം, അയാളുടെ പ്രവൃത്തി, അയാളുടെ കർമ്മം, അയാളുടെ ഉത്തരവാദിത്വം, സ്വത്വം തുടങ്ങിയ ഈ പരികല്പനകളെല്ലാം തന്നെ ഇവിടെ ഈ സന്ദർഭം ഇത്തരമൊരു അവസ്ഥ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതിൻ്റെ ബനാലിറ്റിയിൽ അതിക്രൂരവും മനുഷ്യവിരുദ്ധമായ ഒരു വ്യവസ്ഥയ്ക്കകത്ത് വ്യക്തികൾക്ക് വളരെ സാധാരണ വിരസമായ ബാനലായ രീതിയിൽ ക്രൂരത അനുഷ്ഠിക്കാനും നടപ്പിലാക്കാൻ കഴിയും എന്നതായിരുന്നു ഐക്മാൻ്റെ വിചാരണയോടെ തെളിയുന്നത് അവരെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രൂരന്മാരായ ചിലർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു അക്രമം എന്നതിനപ്പുറം അത് സാധാരണ മനുഷ്യർ അവരുടെ ദൈനംദിന പ്രവൃത്തിയുടെ ഭാഗമായി ചെയ്യുന്ന ജോലിയോ കർമ്മമോ ആയി വിചാരണയ്ക്കകത്ത് മാറുകയും ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യർക്ക് ചിന്തിക്കുകയോ അനുഭവം ദി റെസ്പോൺസിബിലിറ്റി ഓഫ് തോട്ട് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. എന്താണ് നിങ്ങൾ ചിന്തയുടെ ഉത്തരവാദിത്വം, എന്താണ്
ഒരു മനുഷ്യ വ്യക്തിയായിരിക്കുക, ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക, ഒരു കാര്യത്തെ അനുഭവിക്കുക എന്നുള്ളതിലേക്ക് അപരൻ എന്ന് പറയുന്നത് കടന്നു വരികയും ചെയ്യാത്തൊരവസ്ഥ. എന്നുവെച്ചാൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ജ്യൂസിന് നിങ്ങൾ കൊല്ലുന്ന ദിവസം ഇപ്പോൾ ഷോ ആവുള്ള സിനിമകളൊക്കെ ഒരു ദിവസം 2000 പേരൊക്കെയാണ് ഒരു ഗ്യാസ് ചേമ്പറിൽ കയറ്റി കൊല്ലുന്നത്. അപ്പോൾ ഇവരെ നിരന്തരം കൊല്ലാൻ അയക്കുന്നവർക്കൊക്കെ അറിയാൻ എന്താ സംഭവിക്കും. പക്ഷേ ഇത് ഇത്രയും നിർമ്മമതയോടെ കാര്യക്ഷമമായി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവരുമായി ഞാനും അവരും തമ്മിൽ മനുഷ്യരാണ് എന്ന് ബോധമില്ലാതാവണം. അത്രയും നിങ്ങൾ അവരിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. അപ്പം അത്തരമൊരു മനുഷ്യൻ ചിന്തിക്കുവാനും അവരുടെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണുവാനും പരിപൂർണ്ണം കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥ പേടിപ്പെടുത്തുന്ന ഒന്നാണെന്ന് അവർ പറയുന്നത്. ഒന്ന്, അതിൽ ഉൾപ്പെട്ട എല്ലാവരും കുറ്റവാളികളാക്കുന്നത്. എന്നുവെച്ചാൽ ഒന്ന് നമ്മുടെ ഇതെന്ന് വെച്ചാൽ അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഹന്നാ അരൻഡിൻ്റെ ഈ റിപ്പോർട്ട്സ് വന്നതിന് ശേഷം വലിയ രീതിയിൽ അവർക്കെതിരായിട്ടുള്ള അവർ വിമർശിക്കപ്പെട്ടു. അവർക്കെല്ലാം ഈ ഹന്നാ അരൻഡ് പറയണമെന്ന് അവർ ആഗ്രഹിച്ചത് ഐക്മാനെ ഒരു അസുരനായിട്ട്, വലിയൊരു ക്രൂരനായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അയാൾ ക്രൂരതയുടെ മൂർത്തിമദ്ഭാവമായിട്ടും അയാൾ അടിച്ചേൽപ്പിക്കുന്ന ക്രൂരതയുടെ ഇരകളായിട്ടും സ്വയം സങ്കല്പിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. അത് മറിച്ച് അയാൾ മനുഷ്യനാക്കി കഴിഞ്ഞാൽ ഞാനും എന്നെ അത് ഭയങ്കരമായിട്ട് ഞാൻ എന്ന മനുഷ്യൻ അസ്ഥിരപ്പെടുന്നു, അത് അസ്വസ്ഥനാവുന്നതാണ്. അപ്പോൾ അത് ഒരു രീതിയിൽ എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ ബനാലിറ്റി ഓഫ് ഈവിളിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് കാണുമ്പോൾ നമ്മളെല്ലാം കുറ്റവാളി, നമ്മളെല്ലാം പങ്കാളികളാകുന്നു. മറ്റൊന്ന്, ഇത്തരം വംശഹത്യ ഒരാളുടെ ഹിറ്റ്ലർ അല്ലെങ്കിൽ ഹിംലർ, ഐക്മാൻ തുടങ്ങിയ വ്യക്തികളിലേക്ക് വിക്ഷേപിച്ച് അവരെ തിന്മയുടെ വിഗ്രഹങ്ങളാക്കി മാറ്റി അതിൽ നിന്ന് നേരിട്ടും അല്ലാതെയും പങ്കെടുത്തവർക്ക് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാനാവില്ല എന്ന് മുന്നറിയിപ്പുണ്ട്. അനായാസമായി മനസാക്ഷി കുത്തില്ലാതെയും ചോദ്യങ്ങളില്ലാതെ ആജ്ഞകൾ സ്വീകരിക്കാനും കുറ്റകൃത്യങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കാനും വ്യക്തികളെ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഈ സാമൂഹിക മാനസിക അന്തരീക്ഷം വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. അത് മനുഷ്യരിൽ നിന്ന് നിതാന്തമായ നൈതിക ചിന്തയും ഒരു തരം നൈതിക ജാഗ്രത നമ്മൾ ആവശ്യമാണ്. ഇതൊരു പോസിബിലിറ്റി, ഇത് ആരും ഐക്മാനാകാം, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനകത്ത് ഏതൊരു മനുഷ്യനും പ്രവർത്തിക്കാം. ഒരു വിധത്തിലുള്ള മനസ്സാക്ഷി കുത്തുമില്ലാതെ നിങ്ങൾ ഒരു വളരെ സാധാരണമായ നോർമലായ ജീവിതം ജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം, ഓഫീസ് ജോലി വന്ന് നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന ഒരു മനുഷ്യപ്രവൃത്തിയെക്കുറിച്ച്, ഒരു മനുഷ്യ സ്വത്വത്തെക്കുറിച്ച് ചിന്ത തന്നെ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്താം എന്നുള്ളതാണ്. അവരൊരു കോട്ട് ചെയ്യുന്നത്, ദ ട്രബിൾ വിത്ത് Eichmann was precisely that so many were like him, and that the many were neither perverted nor sadistic, that they were and still are terribly and terrifyingly normal. From the viewpoint of our legal institutions and of the moral standards of judgment, this normality was much more terrifying than all the atrocities put together. For it implied, as had been said at Nuremberg over and over again by the defendants and their counsels, that this new type of criminal, who is in actual fact hostis generis humani, the enemy of mankind, commits his crime under circumstances that make it well nigh impossible for him to know or to feel that he is doing wrong. അത് തെറ്റാണ് ചെയ്യുന്നത് എന്നുള്ള യാതൊരുവിധ കാലുഷ്യമില്ലാതെ ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു 20ാം നൂറ്റാണ്ടിൻ്റെ ഒരു ചരിത്രത്തിൽ ശാസ്ത്ര പുരോഗതി, യുക്തിചിന്ത, ജനായത്ത ഭരണം തുടങ്ങിയ മനുഷ്യ പദ്ധതികളുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ഇവയെല്ലാം തന്നെ പല രീതിയിൽ പല തലങ്ങളിൽ അന്തിമ പരിഹാരങ്ങളും നിർദ്ദേശിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ പുരോഗതിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളായാലും ശരി, മറ്റ് പല രീതിയിൽ നമ്മൾ ഈ ഫൈനൽ സൊല്യൂഷൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹോളോകോസ്റ്റ് എന്ന സംഭവത്തെ 20ാം നൂറ്റാണ്ടിൻ്റെ ഒരു സാക്ഷ്യപത്രമോ സംശുദ്ധിയോ ടെസ്റ്റമെൻ്റായിട്ട് വിശേഷിപ്പിക്കാമെന്ന് പറ്റും. ഹോളോകോസ്റ്റ് ഈ 20th സെഞ്ച്വറിയുടെ ഒരു ടെസ്റ്റമെൻ്റാണ്. ഈ ആശയങ്ങളുടെയോ ആദർശങ്ങളുടെയോ എല്ലാം പരിമിതികളെയും നേരത്തെ സൂചിപ്പിച്ച ജനാധിപത്യം, മാനവികത, പുരോഗതി, ഡെമോക്രസി എന്നൊക്കെ പറയുന്ന ആശയങ്ങളുടെയോ ആദർശങ്ങളുടെയോ എല്ലാം പരിമിതികളെയും അവയിൽ അടങ്ങിയിട്ടുള്ള ഇരുണ്ട സാധ്യതകളെയും അന്ത്യങ്ങളെയും കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലായി ചരിത്രവും ചിന്തയും ഈ വംശഹത്യയെ രേഖപ്പെടുത്തുന്നു. കലയിൽ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ, പ്രകൃതിയുടെ, ജീവിതത്തിൻ്റെ എല്ലാം സംക്രമ അല്ലെങ്കിൽ പരിവർത്തന വിസ്മയങ്ങളെ, അതിനെ ചൂഴ്ന്നു നിൽക്കുന്ന അനിശ്ചിതത്വങ്ങളെ, അപ്രതീക്ഷിതത്വങ്ങളെ,
തമസ്കരിച്ചുകൊണ്ട് മാത്രമേ സർവാശ്ലേഷിയും സാർവകാലികവുമായ അന്തിമ വിധികളും പരിഹാരങ്ങളും സാധ്യമാകൂ എന്നും അവയെല്ലാം തന്നെ ഭാവിയെക്കുറിച്ചുള്ള ഭാവനയെ രേഖീയവും പരിമിതവും ഏകമാനവുമാക്കി മാറ്റുന്നു എന്നതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഹോളോകോസ്റ്റ്. യഥാർത്ഥ ഹോളോകോസ്റ്റ് ഒരു എന്താ പറയുക ഒരു മനുഷ്യ ചരിത്രത്തിൽ, ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വലിയ ഒരു നേരത്തെ പറഞ്ഞൊരു ഡാർക്ക് ഹൈ പോയിന്റ് ആണെങ്കിൽ അതായത് സിനിമയുടെ ചരിത്രം നോക്കി സിനിമയുടെ 20 കലയാണ് യഥാർത്ഥത്തിൽ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ വളർന്ന് അതിൻ്റെ പാരമ്യങ്ങളിലെത്തിയ സിനിമ എന്ന മാധ്യമമായിരിക്കും ഒരു പക്ഷേ ആ നൂറ്റാണ്ടിനെ ഏറ്റവും സൂക്ഷ്മമായും ആത്മാർത്ഥമായും രേഖപ്പെടുത്തിയതും പ്രതിഫലിപ്പിച്ചതും ആഖ്യാനം നാരറ്റീവൈസ് ചെയ്തതും പിക്ചറൈസ് ചെയ്തതും ഒരുപക്ഷെ ഏറ്റവും ഇവോക്കേറ്റീവായിട്ട് സിനിമയായിരിക്കും. പക്ഷേ വാൾട്ടർ ബെഞ്ചമിൻ പറയുന്നുണ്ട് അത് we may truly say that with film a new realm of consciousness came into being. ഒരു പുതിയ എന്താ പറയുക ബോധത്തിൻ്റെ ഒരു പുതിയ മണ്ഡലം സിനിമ തുറക്കുന്നു. ലോകത്ത് അനുഭവിക്കുന്ന ഇറ്റ് ഈസ് ഒരു സർഫസ് ഓഫ് റിയാലിറ്റി ആൻഡ് വേ ഓഫ് നോയിങ് ദ വേൾഡ് സിനിമ തുറക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും ഉദാഹരണമായിട്ട് ഒരു തുടർച്ച എന്ന രീതിയിൽ പറയുന്നത് രാഷ്ട്രീയവും അല്ലെങ്കിൽ ഫാസിസവും സിനിമയും തമ്മിലുള്ള ഒരു കെട്ടിമറിച്ചതിനെ കുറിച്ച് പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും ശക്തരായ ഭരണകൂട നിർമ്മാതാക്കളെല്ലാം തന്നെ സിനിമയുടെ ശക്തിയെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും സിനിമയുടെ ശക്തി അക്നോളജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹിറ്റ്ലറായാലും മുസോളിനി ആയാലും ലെനിനായാലും സിനിമയും അതിൻ്റെ ജനകീയ സ്വാധീനത്തെയും കുറിച്ച് ബോധ്യമുള്ളവരായിരുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നൊരു എക്സെപ്ഷൻ മാവോ ആയിരിക്കുന്നത്. മാവോയുടെ സിനിമയെക്കുറിച്ച് കൂടുതൽ ലിറ്ററേച്ചർ, തിയേറ്റർ, അത്തരം കുറേ കാര്യങ്ങളാണ് കൂടുതൽ. ഒരു പക്ഷേ ഒരു പ്രസൻറ്റ് എക്കോണമിയുടെയും കൾച്ചറിൻ്റെയും ഭാഗമായതുകൊണ്ടായിരിക്കാം. സിനിമ 20 നൂറ്റാണ്ടിൻ്റെ കല എന്ന് വിശേഷിപ്പിച്ചത് ലെനിനാണ്. സിനിമയെ ഒരു കലയായി തിരിച്ചറിഞ്ഞ് ആദ്യത്തെ അന്തർദേശീയ ചലച്ചിത്ര മേള സംഘടിപ്പിക്കുന്നത് മുസോളിനിയാണ്. മുസോളിനിയുടെ പ്രശസ്തമായ ഇതുണ്ട് കൊട്ടേഷൻ. ദർ ആർ ഓൺലി 2 kinds of films. When you watch a film, there are kinds of films when you think how it will end, and there are other kinds of films when you think when it will end. 2 തരം സിനിമകളിൽ എങ്ങനെ അവസാനിക്കും അല്ലെങ്കിൽ എപ്പോൾ അവസാനിക്കുന്നു ചിന്തിക്കുന്ന 2 തരം സിനിമകളിൽ അദ്ദേഹം പറഞ്ഞത്. അത് ഫിലിം സ്കോളേഴ്സിൻ്റെ കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഹിറ്റ്ലറും റെയിനി റീഫൻസ്റ്റാളും തമ്മിലുള്ള വളരെ ഒരു പ്രണയാതുരമായിട്ടുള്ള പരസ്പരാകർഷത്തിൻ്റെ ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ വിക്ടറി ഓഫ് ഫെയ്ത്ത്, ന്യൂറംബർഗ് റാലിയെക്കുറിച്ചുള്ള വിക്ടറി ഓഫ് ഫെയ്ത്ത്, ട്രയംഫ് ഓഫ് വിൽ, ഒളിമ്പിയ തുടങ്ങിയ അതിമനോഹരമായിട്ടുള്ള സ്പെക്ടാക്കുലറായിട്ടുള്ള സിനിമാറ്റിക് ഇമേജസ് അത് സൂചിപ്പിക്കുന്നതാണ്. അത് ഈ ഫാസിസവും സിനിമയും തമ്മിലുള്ള വളരെ അടുത്ത ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അവർ തമ്മിലുള്ള പരസ്പരാകർഷണത്തിൻ്റെയും ആരാധനയും കൂടി ദൃഷ്ടാന്തങ്ങളാണ്. ഹിറ്റ്ലറും റീഫൻസ്റ്റാളും തമ്മിലുള്ള ബന്ധം വളരെ പരസ്പരാകർഷണത്തിൻ്റെയും ആരാധനയും കൂടിയായിരുന്നു. ഒപ്പം സിനിമ എന്ന മാധ്യമവും ഫാഷിസവും തമ്മിലുള്ള ബന്ധത്തെയും ഈ ഏകാധിപതിയും സംവിധായകയും തമ്മിലുള്ള അടുപ്പവും സിനിമയുടെ സങ്കേതങ്ങളും അധികാരത്തിൻ്റെ ഭാഷയും തമ്മിലുള്ള സാമ്യങ്ങളും ജനങ്ങളുടെ മേൽ രണ്ടിനുമുള്ള സ്വാധീനത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളിപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന പാക്കേജിലുള്ള സിനിമകൾ 8 സിനിമകൾ അതിൻ്റെ അത് തിരഞ്ഞെടുക്കാനുള്ളതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ബനാലിറ്റി ഓഫ് ഈവിൾ എന്ന് വിളിക്കുന്നത്. പല രീതിയിൽ ഈ ഔട്ട്ഫിറ്റ്സിനെയും ഹോളോകോസ്റ്റിനെ സമീപിക്കുന്ന അതിൻ്റെ പല തലങ്ങളിൽ അവയെ സ്പർശിക്കുന്ന അല്ലെങ്കിൽ ആ മാനസികാവസ്ഥയെ, ആ സംഭവത്തെ, അതിനുശേഷമുള്ള ഒരു ആഫ്റ്റർ മാത്ത് ഇതെങ്ങനെയാണ് പല രീതിയിലുള്ള കലയിൽ പ്രതിഫലിക്കുന്നത്. അന്ന് പിന്നീട് ഹിറ്റ്ലറുടെ കലാസങ്കല്പം എന്താണ്, എങ്ങനെയാണ് സിനിമയിൽ ഹിറ്റ്ലറുടെ ഹോളിവുഡ് എങ്ങനെയാണ്, ഈ രീതിയിലുള്ള കുറേ സിനിമകളാണ് നമ്മൾ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുത്തുള്ളതിൽ 3 ഡോക്യുമെൻ്ററീസ്, 4 ഡോക്യുമെൻ്ററീസ്, 4 ഫീച്ചർ ഫിലിംസാണ് അതിലുള്ളത്. അതിൽ ഒരുപക്ഷെ ഇതിൽ ഒഴിവാക്കിയ 2 സിനിമകൾ എന്ന് പറയുന്നത് ഒന്ന് യഥാർത്ഥത്തിൽ ഈ റീഫൻസ്റ്റാളുടെ സിനിമകളായിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു വേറെ രീതിയിൽ ഔട്ട്ഫിറ്റ്സ് ഒരു സ്മാരകമായിരിക്കുന്ന പോലെ ലെനി റീഫൻസ്റ്റാളുടെ സിനിമകൾ യഥാർത്ഥത്തിൽ ഒരു ഫാഷിസത്തിൻ്റെ സിനിമാ സ്മാരകങ്ങൾ തന്നെയാണ്. എന്ത് സിനിമയ്ക്ക് ഫാഷിസത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും, എത്ര ശക്തമായി ചെയ്യാൻ കഴിയും, എത്രയും സ്പെക്ടാക്കുലറായി ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. അതിൻ്റെ സിനിമോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഇമേജിങ് ആയാലും അതിൻ്റെ ഇറ്റ് സ്റ്റാൻഡ്സ് ടെസ്റ്റിമണി ടു ദ പൊട്ടൻഷ്യൽ ഓഫ് സിനിമ ഇൻ ദ സർവീസ് ഓഫ് ഫാഷിസം. മറ്റൊരു സിനിമ യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട നമുക്ക് കാണിക്കാൻ കഴിയാത്തൊരു സിനിമ ഷോവ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലൗഡ് ലാൻഡ്സ്മാൻ്റെ പക്ഷേ അത് 9 മണിക്കൂർ നീളമുള്ള സിനിമ. പക്ഷേ യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങളത് കാണേണ്ട കാര്യത്തിൽ. അതായത് 85 നിർമ്മിച്ചൊരു ചിത്രമാണ്. അത് യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഒരു
ഒരു പക്ഷേ അത് നൈറ്റ് ആൻഡ് ഫോഗിൻ്റെ തുടർച്ച എന്ന് പറയാം. നൈറ്റ് ആൻഡ് ഫോഗ് കഴിഞ്ഞിട്ടൊരു 30 വർഷം ശേഷമാണ് ഒരു അതായത് 56 നൈറ്റ് ആൻഡ് ഫോഗ്, 85 ഈ ഷോ നിർമ്മിക്കപ്പെടുന്നത്. ഒരു 30 വർഷത്തിൻ്റെ ഒരു വിടവുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ നൈറ്റ് ആൻഡ് ഫോഗിൻ്റെ ഹോമേജ് പോലെയാണ് തോന്നുന്നത്. തുടക്കവും അതിലെ നരേഷനും ദ വേ ഇൻ വിച്ച് ദ ഫിലിം പ്രോഗ്രസസ് ആൻഡ് ലുക്സ് അറ്റ് തിങ്സ്, ദ സ്പേസ്, ഈ ഗ്യാസ് ചേമ്പറിൻ്റെയും ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെയും സർവൈവേഴ്സിൻ്റെയും ആ സ്പേസിൻ്റെയും ലാൻഡ്സ്കേപ്സിൻ്റെയും ഒക്കെ കാഴ്ചയും അതിനോടൊപ്പമുള്ള വോയിസ് ഓവറും ഒരുപക്ഷെ വളരെ ശക്തമായിട്ട് നൈറ്റ് ഫോഗിൻ്റെ ഒരു ഹോമേജ് അല്ലെങ്കിൽ തുടർച്ച പോലെ ആണ് ആ സിനിമ. ആ സിനിമക്ക് ഉൾക്കൊള്ളിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സിനിമകളാണവ. ഇതിൽ നമ്മൾ ഈ പാക്കേജിനെ കുറിച്ചുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ ഞാൻ ഈ പരമ്പരയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സിനിമകൾ ഒന്ന് നൈറ്റ് ആൻഡ് ഫോഗ്, ആലൻ റെനെ, 1956 മിക്കവാറും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത് കണ്ടിട്ടുണ്ടാകാൻ കഴിയുന്നത്. ചില പക്ഷേ അത് വളരെ എനിക്ക് തോന്നുന്നത് ഓഷ്വിറ്റ്സ്, മായ്ഡെനെക്, ഈ പോളണ്ടിലെ 2 കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ കുറിച്ചുള്ളതാണ്. അതിൻ്റെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള സിനിമയാണ്. പക്ഷേ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അലൻ റെനെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് ലിബറേറ്റ് ചെയ്തിട്ടും ഹി വാസ് ആക്ച്വലി നോട്ട് വെരി വില്ലിങ് ടു ഡു ഇറ്റ്. അയാൾക്ക് എങ്ങനെയാണ് ഇത്തരം ഒരു ആസുരമായിട്ടുള്ളൊരു സംഭവത്തെ പിക്ചറൈസ് ചെയ്യുക അല്ലെങ്കിൽ നരേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഭയവും ഉണ്ടായിരുന്നു. അതായത് ഈ അതിൻ്റെ ജീൻ കെയറോൾ, ഷോൺ കെയറോൾ, വാട്ടെവർ, അദ്ദേഹമാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. സ്ക്രിപ്റ്റാണ് അതിൻ്റെ ഒരു വലിയൊരു സ്റ്റൈൽ. ഈ ഇമേജസും ആ വോയിസ് ഓവർ എല്ലാം വരുന്ന വാചകങ്ങളുണ്ട്. ഒരു പക്ഷേ എനിക്കൊരു ലോക സിനിമയിൽ തന്നെ ഡോക്യുമെൻ്ററികൾ ഏറ്റവും ഇവോക്കേറ്റീവ് ആയിട്ടൊരു വോയിസ് ഓവർ ആയിരിക്കുന്നത്. ആ ശബ്ദവും വളരെ ഇവോക്കേറ്റീവായിട്ടുള്ള ലാൻഡ്സ്കേപ്പിൻ്റെയും ആ സ്പേസസിൻ്റെ ഇമേജും. ഒപ്പം തന്നെ മുമ്പ് ഇപ്പോൾ അമേരിക്കൻ, റഷ്യൻ പട്ടാളക്കാർ അല്ലെങ്കിൽ ആർമി യൂണിറ്റ്സ് ഷൂട്ട് ചെയ്തിട്ടുള്ള ആർക്കൈവൽ ഫുട്ടേജസ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഒപ്പം കണ്ടംപററി ആയിട്ടുള്ള അദ്ദേഹം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇമേജസിൻ്റെ കളർ ഇമേജസും കൂടി കൂട്ടിച്ചേർത്തിട്ടൊരു വളരെ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും നല്ല ഒന്നായി ഇന്നും നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഇമേജസ് ഉള്ള സിനിമയാണ് നൈറ്റ് ആൻഡ് ഫോഗ്, അലൻ റെനെ. രണ്ടാമത്തെ സിനിമ ആർക്കിടെക്ചർ ഓഫ് ഡൂം എന്ന് പറഞ്ഞ പീറ്റർ കൊഹൻ്റെ സിനിമയാണ്. സ്വീഡിഷ് ഫിലിം, 1989. അത് ബേസിക്കലി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തരം പലപ്പോഴും നാഷണലിസത്തെക്കുറിച്ച് ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയാണ്. അതിൻ്റെ ഒരു ഈസ്തെറ്റിക് ആയിട്ടുള്ളൊരു ആസ്പിറേഷൻസ് എന്തായിരുന്നു, വാട്ട് വാസ് ഇറ്റ്സ്, അതിൻ്റെ ലാവണ്യ സങ്കല്പങ്ങൾ, ലാവണ്യ മോഹങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് സിനിമ. ഈ ഹിറ്റ്ലർ വലിയ രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറും അവരുടെ പല രീതിയിലുള്ള ഒരു എന്താ പറയുക സിനിമയിലായാലും ഒക്കെ തന്നെ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ഹിറ്റ്ലറിൻ്റെ തന്നെ വളരെ ഇതായിട്ടുള്ള ഒരുപാട് ഹിറ്റ്ലറുടെ സബ്ജക്റ്റീവായിട്ടുള്ള മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തെ മനുഷ്യ ശരീരത്തെക്കുറിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള ഭാവനകൾ ഇതെല്ലാം കൂടി ചേർന്നുണ്ടാകുന്ന എന്താണ് ഇത് ലൂമിൻ്റെ ആർക്കിടെക്ചർ എന്തായിരിക്കും, അതിൻ്റെ ഒരു നാസി ഈസ്തെറ്റിക്സിനെ കുറിച്ചുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് പീറ്റർ കോഹൻ്റെ ആർക്കിടെക്ചർ ഓഫ് ഡൂം. മറ്റേത് നേരത്തെ സൂചിപ്പിച്ചുള്ള മാർഗരറ്റ് വോൺ ട്രോട്ടയുടെ ഹന്ന അരൻറ്റിനെ കുറിച്ചുള്ള ചിത്രം. നേരത്തെ സൂചിപ്പിച്ച പോലെ ന്യൂയോർക്കറിന് വേണ്ടി അവർ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. യഥാർത്ഥ ആ സിനിമയിലും ഒരു ഡോക്യു ഡ്രാമ എന്ന് വിളിക്കാവുന്ന സിനിമയിലും യഥാർത്ഥത്തിൽ ഈ ട്രയലിൻ്റെ ഫുട്ടേജസ്, റിയൽ ഫുട്ടേജസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഐക്മാനെ നമുക്ക് കാണാതെ ഞാൻ ചോദ്യം ഉപയോഗിക്കും പറയുന്നതായിട്ടുള്ള ആ ഫുട്ടേജസ് റിയലായിട്ട് ഉപയോഗിക്കും. എന്നിട്ട് ഫിക്ഷണലൈസ് ക്യാരക്ടർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും ഈ ബാനാലിറ്റി ഓഫ് ഈവിൾ എന്ന് പറയുന്ന ആശയം ഉണ്ടായി വരുന്നു. അതിനെ ചുറ്റിപ്പറ്റിയുണ്ടാകുന്ന കോൺട്രവേഴ്സീസും അത് അവരുടെ സ്വകാര്യ ജീവിതത്തിലും അവരുടെ അക്കാദമിക് ജീവിതത്തിലും ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചാണ് ആ സിനിമ. അത് 2012 സിനിമയാണ്. മറ്റൊന്ന് ഹിറ്റ്ലേഴ്സ് ഹോളിവുഡ് എന്ന് പറയുന്ന റുഡിഗർ ഷുസ്ലാൻഡിൻ്റെ ഒരു 2018 ചിത്രമാണ്. അത് എങ്ങനെയായിരുന്നു ഈ ഹിറ്റ്ലർ അല്ലെങ്കിൽ നാഷി സംഭവം എങ്ങനെയാണ് ഈ സിനിമയിൽ പല രീതിയിൽ പ്രതിദാനം ചെയ്ത അതിൻ്റെ ഇമേജസ് ഉണ്ടായിരുന്നു. ഒരു ഇമേഴ്സീവ് റിയാലിറ്റി ഓഫ് നാഷിസം എങ്ങനെ ഉണ്ടാക്കി സിനിമ എന്നുള്ളതിനെ കുറിച്ചാണ്. 5ാമത്തെ സിനിമ നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. അതൊരു സീരീസിൽപ്പെട്ട അലക്സാണ്ടർ സൊക്കറോവിൻ്റെ ലോകത്തെ ഡിക്റ്റേറ്റേഴ്സിനെ കുറിച്ചുള്ള സീരീസിൽപ്പെട്ട മൊളോക്ക് എന്ന് പറഞ്ഞ ഹിറ്റ്ലറെ കുറിച്ചുള്ള സിനിമയാണ്. അത് യഥാർത്ഥത്തിൽ ഹിറ്റ്ലർ ഒരു 1942 ടേക്സ് എ ബ്രേക്ക് ആൻഡ് ഗോസ് ടു ആൽപ്സിൽ കുറച്ചെല്ലാം താമസിക്കും. അവിടെ അദ്ദേഹത്തിൻ്റെ കാമുകിയുടെ ലിവ ബ്രോണിനൊപ്പമുള്ള വളരെ ഡാർക്കായിട്ടുള്ള ഒരു വലിയ കാസിൽ ലൈക്ക്
ഒരു സ്ട്രക്ചറിൻ്റെ ഡാർക്കായിട്ടുള്ള ഒരു പക്ഷേ ഒരു ഡിക്റ്റേറ്ററുടെ ആന്തരികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ആർക്കിടെക്ചറും അതിൻ്റെ ലൈറ്റിങ്ങും അതിൻ്റെ നാടകീയമായിട്ടുള്ള സന്ദർഭങ്ങളാണ്. അതായത് ആ സിനിമയ്ക്കകത്ത് ഒരു ഓഷീസിനെ കുറിച്ച് പരാമർശമുണ്ട്. അത് ഓഷീസിനെ ചോദിക്കുന്നത് ഞാനൊന്നും സംഭവം കേട്ടില്ല, അങ്ങനെ സംഭവം ഉണ്ടോ ചോദിക്കുന്നത്. സോ ഇറ്റ് ഓൾസോ ജെൽസ് വിത്ത് വാട്ട് എവർ വി ആർ ഇറ്റ്സ് ലിവിങ്. മറ്റൊന്ന് എഗെയിൻ നമുക്ക് ഒരുപക്ഷെ മലയാളിക്ക് ചിരപരിതമായിട്ടുള്ള സിനിമ സോൾട്ടൻ ഫാമിലി 2 ഹാഫ് ടൈംസ് ഇൻ ഹെൽ. അധികം ഈ 1942 ഒരു ഡെത്ത് മാച്ച് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഫുട്ബോൾ മാച്ച് നാഷണൽ സോഷ്യലിസ്റ്റ് സോൾജേഴ്സും ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള സോവിയറ്റ് യുക്രൈൻ പ്രസിഡൻസും തമ്മിലുള്ളൊരു മാച്ചിനെ കുറിച്ചാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ. അവസാനം ഇവരെല്ലാം കൊല്ലപ്പെടുകയും യഥാർത്ഥത്തിൽ ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു ഗ്രൗണ്ടിൽ 2 ഹാഫ് ടൈം കളിക്കുന്ന അവസാനം ഇവരെല്ലാം കൊല്ലപ്പെടുകയും ജർമ്മൻ ടീം തോൽക്കുകയും ചെയ്യുന്ന വളരെ നാടകീയമായിട്ട് ഭയങ്കര വല്ലാത്ത രീതിയിലുള്ള ഇത്തരം റെസിസ്റ്റൻസിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും പ്രശ്നത്തെ ഉന്നയിക്കുന്നൊരു തന്നെ ജീവനിലുള്ള നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ തോറ്റു കൊടുത്താൽ ഒരുപക്ഷെ ജീവിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ തോൽക്കണോ എന്നുള്ള ചോദ്യം, ഗ്രൗണ്ടിൽ തോൽക്കണോ എന്നുള്ള ഒരു ഇതുണ്ട്. അത് കാരണം പിന്നീട് 81 ഹോളിവുഡ് റീമേക്ക് ചെയ്ത് എസ്കേപ്പ് ടു ട്രീ എന്ന് പറഞ്ഞ ഇതേ തീം, ഇതേ കഥ. പിന്നെ 7ാമത്തെ സിനിമ ഫാസ്ബീൻഡറുടെ ഫിയർ ഈറ്റ്സ് എ സോൾ എന്നുള്ള സിനിമയാണ്. അതേപോലെ ഒരു മൊറോക്കൻ ആയിട്ടുള്ള ഒരു പുരുഷനുമായിട്ടുള്ള ബ്രിജിത്ത് എന്ന് പറയുന്ന ഒരു വയസ്സായ സ്ത്രീയുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഹൗ ആക്ച്വലി ഇത് അധർമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ബന്ധത്തെക്കുറിച്ചും എങ്ങനെയാണ് ഹൗ ആക്ച്വലി ഇപ്പോൾ അതിന് ബാനാലിറ്റി ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഹൗ യു ആക്ച്വലി ഡീൽ വിത്ത്. നമ്മൾ കേരളത്തിൽ ബംഗാളി തൊഴിലാളികളോട് കാണിക്കുന്ന തരം അവജ്ഞ, തരം അദൃശ്യത, അവർക്ക് നൽകുന്ന അദൃശ്യതയും അവരുടെ ഒരു അതെങ്ങനെയാണ് ഹൗ ഡസ് ഹേറ്റഡ് ആക്ച്വലി ഡെവലപ്ഡ്, എങ്ങനെയാണ് വളരെ മൺഡേൻ എവറിഡേ സിറ്റുവേഷൻസിനകത്ത് എങ്ങനെയാണ് ഈ വെറുപ്പ് വളരുന്നത്, എങ്ങനെയാണത് പ്രകാശിപ്പിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ക്രമേണ ഭയങ്കര വയലൻസിലേക്കും അല്ലെങ്കിൽ വയലൻസ് ടുവേർഡ്സ് വൺ സെൽഫ് ആൻഡ് ദ വേൾഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള സിനിമയാണ്. ലാസ്റ്റ് ഫിലിം ഹിറ്റ്ലേഴ്സ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ ചനോജ് സേവി 2011 ഫിലിമാണ്. അതൊരു ഇസ്രായേലി ജർമ്മൻ പ്രൊഡക്ഷനാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പ് സർവൈവേഴ്സ് മാത്രമല്ല ഒരു യഥാർത്ഥ ഈ ഹിറ്റ്ലറിൻ്റെ ഇന്നർ സർക്കിളിലുണ്ടായിരുന്ന ആൾക്കാരുടെ ബന്ധുക്കളുമായിട്ടുള്ള സക്സസേഴ്സുമായിട്ടുള്ളൊരു ഡയലോഗാണ്. വേറെ തരം ടോട്ടലി ഡിഫറെൻറ്റ് ലുക്ക് അറ്റ് ഹൗ ദേ ആക്ച്വലി ഡീൽ വിത്ത് എങ്ങനെയാണ് നിങ്ങൾ ഇത്തരമൊരു പാരമ്പര്യത്തെ, ഇത്തരമൊരു ഇരുണ്ട ഹിറ്റ്ലറുടെ സ്വന്തം ആൾക്കാർ, ഏറ്റവും അടുത്ത ആൾക്കാരുടെ പിൻതലമുറ എങ്ങനെയാണ് ഈ ലെജസിയെ, ഇത്തരം ലെജസിയെ അവരുടെ ജീവിതത്തിൽ ഹാൻഡിൽ ചെയ്ത് ഹൗ ഡു ദേ ആക്ച്വലി ലുക്ക് അറ്റ് ഇറ്റ് ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ്, എങ്ങനെയാണ് അവരതിനെ സ്വന്തം ജീവിതത്തിലും സമൂഹത്തിനിടയിലും എങ്ങനെയാണ് അവരത് ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ചാണ് ആ സിനിമ. അതിനുശേഷമുള്ളത് നമ്മളൊരു പാക്കേജ്, ഒരു ആർട്ടിസ്റ്റ് സിനിമ എന്ന് പറയുന്നൊരു സിനിമകളുടെ ഒരു പാക്കേജാണ്. ചെറിയ ഷോർട്ട് വീഡിയോസാണ്. ബേസിക്കലി ദേ ആർ നോട്ട് ആക്ച്വലി മെൻറ്റ് ഫോർ ഒരു ഫിലിം സ്ക്രീനിങ് പോലെ ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളെല്ലാം മറിച്ച് ദേ ആർ ഓൾ പാർട്ട് ഓഫ് സം സോർട്ട് ഓഫ് ഇത്തരം എക്സിബിഷൻ്റെയും അവരുടെ ഒരു വീഡിയോ പ്രോജക്ട്സിൻ്റെയും ഭാഗമായിട്ട് മ്യൂസിയംസിലും ബിനാലിയിലും മറ്റും കാണിച്ചിട്ടുള്ള സിനിമകളാണ്. പക്ഷേ ഐ എം ആക്ച്വലി പിക്കിംഗ് ഇറ്റ് അപ്പ് ഫ്രം ദോസ് വളരെ ക്ലോസ്റ്റേഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ പിക്ക് ചെയ്തിട്ടൊരു ഫിലിം ഫെസ്റ്റിവലിൽ പാക്കേജിൻ്റെ ഭാഗമായിട്ട് കാണിക്കുമ്പോൾ എങ്ങനെയാണ് വെൻ യു വാച്ച് ദോസ് ഫിലിംസ് വിച്ച് ആർ ഷോർട്ട് ഫിലിംസ്. അപ്പോൾ ജിജീസ് കറിയുടെ ഉണ്ട്, ജിജീസ് കറിയുടെ 5 ചിത്രങ്ങളുണ്ട്. All very short films, very interesting kinds of films about authoritarianism, about leadership, about urbanization. All are disturbing questions imaged by Gigi's career. റിയാസ് കോമുവിൻ്റെ ലാസ്റ്റ് ഗ്രേവ് എന്ന് പറയുന്നത് നസറുദ്ദീൻ ഷാ അഭിനയിക്കുന്നൊരു സിനിമയുണ്ട്. മുരളി ചീരോത്തിൻ്റെ 2 സിനിമകളുടെ അഗെയിൻ ആസ്കിങ് ലോട്ട് ഓഫ് ഡിസ്റ്റർബിംഗ് ക്വസ്റ്റ്യൻസ് അബൌട്ട് സൊസൈറ്റി ആൻഡ് ലൈഫ് ആൻഡ് പൊളിറ്റിക്സ്. സുമേധ് രാജേന്ദ്രൻ്റെ സിനിമയുണ്ട്. ഇറ്റ്സ് അബൌട്ട് ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ശ്രീലങ്കയെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്ന ശ്രീലങ്ക പോസ്റ്റ് വാർ ശ്രീലങ്കയെക്കുറിച്ചുള്ള ഒരു റൂമിനേഷൻസ് ഓഫ് എൻ ആർട്ടിസ്റ്റ്. അതുപോലെ രാധാ ഗോമതിയുടെ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ചിത്രവും ഇത്തരം ചിത്രങ്ങളുടെ ആർട്ടിസ്റ്റ് സിനിമ എന്ന് പറയുന്ന പാക്കേജും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. So I think I'll stop here. Thank you for being here, and also I wish you all a happy viewing. And also I think ഈ എക്സിബിഷൻ ധാരാളം ആൾക്കാർ കാണുകയും ചർച്ച ചെയ്യപ്പെടുകയും വേറെ രീതിയിൽ നമുക്കൊരു തിരിച്ചറിവ് നൽകുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു വട്ടം കൂടി സുധീറിനും മുരളിക്കും ജയരാജനും അഭിനന്ദനങ്ങളും ആശംസകളും സ്നേഹവും നന്ദി.